നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. താനൂർ തെയ്യാല റോഡ് റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിനിൽ നിന്ന് വീണ് യുവാവിന് പരിക്ക്. വിന്നേഴ്സ് പറവണ്ണ സംഘടിപ്പിച്ചു വരുന്ന 13ാമത് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരത്തിന് ആവേശകരമായ തുടക്കം. കായിക മഹോത്സവത്തിന് തിരൂരിൽ സമാപനമായി. മംഗലം പുല്ലൂണിക്കാവിൽ പഞ്ചാരിമേള അരങ്ങേറ്റം നടന്നു. കാപ്പിക്കൂടാരം ഉദ്ഘാടനം ചെയ്തു. നൈസ് പബ്ലിക് സ്കൂളിൽ ചിൽഡ്രൻസ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകൾ. താനൂർ തെയ്യാല റോഡ് റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിനിൽ നിന്ന് വീണ യുവാവിന് പരിക്ക്. കൊയിലാണ്ടി ഉള്ളിയേരിയിലെ CK വിപിനാണ് പരുക്കേറ്റത്. രാവിലെ 6:55 കോഴിക്കോട് നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിൽ നിന്നാണ് യുവാവ് വീണത്. ഉടൻ TDRF ട്രോമ കെയർ പ്രവർത്തകരായ ആഷിഖ് താനൂർ, നസീബ് തിരൂർ, റിയാസ് താനൂർ എന്നിവർ ചേർന്ന് തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. വെട്ടം ന്യൂസ്, താനൂർ. 22 വർഷത്തിലധികമായി തീരദേശ മേഖലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായ വിന്നേഴ്സ് പറവണ്ണ 13ാമത് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. പറവണ്ണ GVHSS പറവണ്ണ ഗ്രൗണ്ടിൽ ആരംഭം കുറിച്ച മത്സരങ്ങൾ ജനുവരി അവസാനം സമാപിക്കും. സാംസ്കാരിക കായിക ക്ലബ്ബുകളുടെ ഒരു അതിപ്രസരമാണ്. ഒരുപാട് ക്ലബ്ബുകളുള്ള ഒരു പ്രദേശമായിരുന്നു മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ സാംസ്കാരിക ക്ലബ്ബുകളുള്ള ഒരു പ്രദേശമായിരുന്നു പറവണ്ണ തുടങ്ങി തീരദേശ മേഖല മൊത്തം. പറവണ്ണ, അരിക്കാഞ്ചിറ പ്രദേശങ്ങളിലും പരിസരങ്ങളിലുമായി നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിന്നേഴ്സ് പറവണ്ണ നേതൃത്വം നൽകിയിട്ടുള്ളത്. വിന്നേഴ്സ് പറവണ്ണ സംഘടിപ്പിച്ച 13ാമത് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സദസ്സ് സാക്ഷിയായി. ഓൾ പാലിയേറ്റീവ് കെയർ അരിക്കാഞ്ചിറയ്ക്ക് വീൽ ചെയർ നൽകി. 2 നിർധനർക്കുള്ള സഹായഹസ്തം പ്രീമിയർ ലീഗിന്റെ സമാപനത്തോടെ നൽകാനാണ് സംഘാടകർ ഉദ്ദേശിക്കുന്നത്. ഉദ്ഘാടനം TV ഹബീബ് റഹ്മാൻ നിർവഹിച്ചു. റിട്ടയേർഡ് SI ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. PT ജമാൽ, കുഞ്ഞിമരക്കാർ മുഖ്യാതിഥികളായി. വിന്നേഴ്സ് പറവണ്ണ പ്രസിഡന്റ് ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. TV ഹബീബ് റഹ്മാൻ, PT ജമാൽ, MK ഷുക്കൂർ, കലാം, ജമാൽ, ബാബു, അൻവർ, ഹിദായത്തുള്ള, നജ്ല CMC, യാറൂബ് എന്നിവരെ ആദരിച്ചു. വിജീഷ്, അനീഷ്, ഷമീർ, അസർ എന്നിവർ സംസാരിച്ചു. വിന്നേഴ്സ് പറവണ്ണ സെക്രട്ടറി PV ഷഫീർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ K റഹീം നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, പറവണ്ണ. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി നടന്ന കായിക മഹോത്സവത്തിന് തിരൂരിൽ സമാപനം. MES സെൻട്രൽ സ്കൂളിൽ നടന്ന സമാപന സമ്മേളനത്തിൽ കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ VR വിനോദ്, നഗരസഭാ അധ്യക്ഷ AP നസീമ, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫലി, കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ, മുൻ ഇന്റർനാഷണൽ ഫുട്ബോൾ CK വിനീത്, നഗരസഭാ ഉപാധ്യക്ഷൻ P രാമൻകുട്ടി, പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽകുമാർ, കൗൺസിൽ എക്സിക്യൂട്ടീവ് ഋഷികേഷ് കുമാർ, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ ആഷിഖ് കൈനിക്കര,
സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്ത്, MES സെൻട്രൽ സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ K വത്സല, സ്വാഗത സംഘം ജനറൽ കൺവീനർ ഗഫൂർ P ലില്ലീസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന കായിക മത്സര വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജില്ലാ കായിക മഹോത്സവത്തിന്റെ ഭാഗമായി മത്സരങ്ങൾ നടന്നത്. അത് നമ്മുടെ ജില്ലയിലെ പ്രധാന 5 നഗരങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. 4 ദിവസങ്ങളായിട്ട് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. 5000-ഓളം കായിക താരങ്ങൾ, 500-ലേറെ ഒഫീഷ്യലുകൾ ഈ മത്സരങ്ങൾക്കായിട്ട് വേണ്ടി വന്നു. അന്തർദേശീയ മത്സരങ്ങളിൽ കുതിര ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യക്ക് അർഹത നേടിക്കൊടുത്തത് നമ്മുടെ നാട്ടുകാരിയാണ്. ഞങ്ങൾക്ക് പുരിഞ്ചിരിക്കുന്നത് ഈ വേദിയിലുള്ള പ്രിയങ്കരായ സുഹൃത്ത് ഷംസുവിന്റെ സഹോദരികളെ പുറത്ത് അങ്ങനെ കൂടി അഭിമാനിക്കാൻ നമുക്ക് പറയുന്നു. ഈ മേഖലയിൽ കേരളവും മലപ്പുറവും എത്ര കണ്ട് മുന്നോട്ടാണ് ആഞ്ഞു പോകുന്നത്. അതിനൊപ്പം തന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ തീരുമുണ്ട് എന്ന സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയ മുഴുവൻ ആളുകളെയും അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എന്നെ ഈ വൈദ്യവേളയിൽ സംസാരം ഇതിൽ തന്നെ ചില കായിക ഇനങ്ങൾ മലപ്പുറം ജില്ലയിലോ കേരളത്തിലോ അത്ര പ്രചാരമില്ലാത്ത കുറേ കായിക ഇനങ്ങൾ, പക്ഷേ ഇവയെല്ലാം ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലും ഒക്കെ ഐറ്റംസാണ്. കായിക മേഖലയിൽ നമ്മൾ നേടുന്ന നേട്ടങ്ങൾ അന്താരാഷ്ട്ര രംഗത്ത് രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുന്ന വലിയൊരു കാര്യമാണ്. അപ്പം അതിനുവേണ്ടിയുള്ള നേട്ടങ്ങളിലേക്ക് തിരൂരിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. മലപ്പുറം ജില്ലയുടെ ഏത് പരിപാടി, കായിക രംഗത്താവട്ടെ മറ്റു മേഖലയിലാവട്ടെ, ഏത് രീതിയിലുള്ള പരിപാടികളാണെങ്കിലും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തിക്കൊടുക്കുകയും ചെയ്യുന്ന പ്രദേശമാണ് തിരൂർ. അതിൻ്റെ സമാപന സമ്മേളനം ആശിപ്പിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ ഗംഭീരമായി നടത്തിയെന്നുള്ളത് ഇതൊരു സംസ്ഥാന മേളയുടെ പ്രവർത്തന ഗംഭീരത്തോടെ നടന്നു എന്നുള്ളത് പ്രത്യേകത. തിരൂരിൻ്റെ വേറെ പ്രത്യേകതയാണ് കേരളത്തിൻ്റെ അഭിമാനമായ കായിക മുഖ്യമന്ത്രി അബ്ദുൽ സാർ ദീർഘവീക്ഷണത്തോടുകൂടി നൂതന ആശയങ്ങൾ കായിക രംഗത്ത് നടപ്പിലാക്കി. സമാപനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ അണിനിരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ഫുട്ബോൾ ടീമുകളിലെ താരങ്ങളും. ഇവരെ കൂടാതെ ജനപ്രതിനിധികൾ, ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ, കുടുംബശ്രീ, ICDS പ്രവർത്തകർ, NSS വളണ്ടിയർമാർ തുടങ്ങിയവരും അണിനിരന്നു. വിവിധ ആയോധന കലകൾ, നാടൻ കലാരൂപങ്ങൾ, വാദ്യാഘോഷങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റേകി. തിരൂർ റിംഗ് റോഡിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര താഴെപ്പാലം MES സെൻട്രൽ സ്കൂളിൽ സമാപിച്ചു. വെട്ടം ന്യൂസ്, മലപ്പുറം. സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം കണ്ടനകം ഗ്രൂപ്പിന്റെ ശിക്ഷണത്തിൽ മംഗലം പുല്ലോണിയിലെ വള്ളത്തോൾ കളരിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പുല്ലോണിക്കാവിൽ പഞ്ചാരിമേളം അരങ്ങേറ്റം നടത്തി. അരങ്ങേറ്റം കാണാൻ നിരവധി പേരാണ് ക്ഷേത്രാങ്കണത്തിലെത്തിയത്. സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം കണ്ടനകം ഗ്രൂപ്പിന്റെ ശിക്ഷണത്തിൽ മംഗലം പുല്ലൂണിയിലെ വള്ളത്തോൾ കളരിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പുല്ലൂണിക്കാവിൽ പഞ്ചാരിമേളം അരങ്ങേറ്റം നടത്തി. കണ്ടനകം മുരളിയാശാൻ ചിട്ടപ്പെടുത്തിയൊരുക്കിയ ഈ അരങ്ങേറ്റം കാണാൻ നിരവധി പേരാണ് ക്ഷേത്രാങ്കണത്തിലെത്തിയത്. അരങ്ങേറ്റം നടത്തിയ ഈ കൊച്ചു കലാകാരന്മാർക്ക് ക്ഷേത്രം പൂജാരിയും ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറിയും ഉപഹാരം നൽകി ആദരിച്ചു. വെട്ടം ന്യൂസ്, മംഗലം. അപകടരഹിതമായ നാളേക്കായി കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ താഴെപ്പാലത്ത് സൗജന്യ ചുക്കുകാപ്പി വിതരണം. ഡിസംബർ 31 മുതൽ ജനുവരി 17 വരെ രാത്രി 12 മണി മുതൽ പുലർച്ചെ 4 മണി വരെയാണ് ചുക്കുകാപ്പി നൽകുന്നത്.
രാത്രികാലങ്ങളിൽ ദീർഘദൂരം വാഹനമോടിക്കുന്നവർക്കും യാത്രക്കാർക്കും ഉന്മേഷം നൽകാൻ ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്ക് എന്ന ആശയവുമായി വർഷങ്ങളായി സംഘടന നടത്തിവരുന്ന സൗജന്യ ചുക്കുകാപ്പി വിതരണം തിരൂർ MLA കുർക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. എൻഫോഴ്സ്മെന്റ് RTO കോട്ടയ്ക്കൽ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കുറ്റിപ്പുറം, ജില്ലാ രക്ഷാധികാരി അലിക്കുട്ടി കൊടക്കൽ, സംസ്ഥാന പ്രസിഡന്റ് വിഷൻ പൊന്നാനി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശശിധരൻ താനൂർ തുടങ്ങിയവർ ആശംസ നേർന്ന് സംസാരിച്ചു. ജില്ലാ ട്രഷറർ സതീഷ് പൂക്കേൽ നന്ദിയും പറഞ്ഞു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. നൈസ് പബ്ലിക് സ്കൂളിലെ ചിൽഡ്രൻസ് പാർക്ക് പുതുവത്സര ദിനത്തിൽ തലക്കാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെരീഫ് ഹബി കുട്ടികൾക്കായി തുറന്നുകൊടുത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തിരൂർ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റും പത്രപ്രവർത്തകനുമായ ബഷീർ പുത്തൻവീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ രേഖ ആനന്ദകൃഷ്ണൻ സ്വാഗതവും മാനേജർ K നടരാജൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പുതുവത്സരാഘോഷത്തിന് പ്രിൻസിപ്പാൾ, വൈസ് പ്രിൻസിപ്പാൾമാരായ ജിൽസി, ഫൗസിയ, അധ്യാപകമാരായ ഫർസാന, ഖൈറുന്നീസ, മുബഷിറ, ജാസ്മിൻ, ശ്രീരഞ്ജിനി, മുഫീന ഷെറീൻ എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തലക്കാട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.